ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരത്തിലേക്ക് സ്വാഗതം. ഈ നോമ്പ് കാലത്ത് ഈശോയുടെ 41 ദിനരാത്രങ്ങൾ ദീർഘിച്ച മരുഭൂമിയിലെ ഉപവാസത്തെ നാം ധ്യാനിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. കാരണം ആ നാളുകളിലാണ് ഈശോ ആത്മനിയന്ത്രണം അഭ്യസിച്ചത്. ഈ ആത്മനിയന്ത്രണത്തിലൂടെ സ്വായത്തമാക്കിയ ശക്തി കൊണ്ടാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ തൻ്റെ രക്ഷാകര ദൗത്യത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ കാലുതട്ടി വീഴാതിരിക്കാനുള്ള ഒരു കുറുക്കുവഴിയായിരുന്നു ഈശോയ്ക്ക് ആത്മനിയന്ത്രണം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും താല്പര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനെയാണ് ആത്മനിയന്ത്രണം എന്ന് നാം പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായിട്ടാണ് ആത്മനിയന്ത്രണത്തെ നാം കാണുന്നത്. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണെന്ന് സുഭാഷിത പുസ്തകങ്ങളിലും നാം കാണുന്നുണ്ട്. ഈ ആത്മനിയന്ത്രണത്തെ വളർത്തി ആത്മീയ ചൈതന്യത്തിൽ വ്യാപരിക്കാനുള്ള കാലഘട്ടമാണ് ഈ നോമ്പ്. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.